പുറനാട്ടിൽ വന്നൊരു ഹിന്ദി ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകനെ എന്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാല് വിദ്യാർത്ഥികൾ പഠിപ്പിച്ച് അവർ നല്ല നിലനിർത്തും, ഞാൻ പഠനമില്ല. എന്താ ചെയ്യാം? അവരെ പഠിപ്പിക്കണമല്ലേ ആണ്. കുറെ പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കുറെ വിദ്യാർത്ഥികളുണ്ട്. നീ വന്നോ വന്നോ ജനമോനെ ഞങ്ങൾ ശിവപോർക്കോ കാര്യം കേട്ടെ, നീ പോത്ത് പോലെ പറഞ്ഞല്ലോ. 10 വയസ്സായല്ലോ, നിങ്ങൾക്ക് എക്സസൈസ് എഴുതാൻ പറ്റില്ല. എക്സസൈസ് എഴുതാൻ പറ്റില്ല. ഓഹോ അതങ്ങനെ. ഞാൻ കാര്യം മോനെ, നീ നമ്മളെ ക്ലാസ് വരാന്ന് എന്തോന്ന് മേലിൽ ആവർത്തിക്കുന്നത് കേട്ടോ. എന്തോന്ന് എനിക്കറിയാം. ഇപ്പൊ ഹിന്ദി ക്ലാസ് പഠിക്കാൻ പഠിക്കണം. നിനക്ക് കോമൺ സെൻസ് നമുക്ക് ചെക്ക് ചെയ്യണം. കോമൺ സെൻസ് നമുക്ക് ചെക്ക് ചെയ്യണം. ഞാൻ അതിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? ശരി. ഇപ്പൊ നമുക്ക് അറിയാലോ. ആടിനെ കൊണ്ടുള്ള നമുക്ക് പ്രയോജനം എന്തൊക്കെയാണ്? പിന്നെ ഞാൻ പഠിപ്പിച്ചത് മലയാള ക്ലാസ്സില് തത്തമ്മ അറിയാമോ? തത്തമ്മേനെ അറിയാമല്ലോ. ശരി, തത്തമ്മയെ കുറിച്ച് 5 വാക്യങ്ങൾ അത് ഞാൻ പഠിപ്പിച്ചത് ഓർമ്മയില്ല. 5 വാക്യം കറക്റ്റാണ് പറഞ്ഞത്. അങ്ങനെ വേണം ഹിന്ദി ക്ലാസ് കിടക്കാൻ. പിന്നെ എന്തോന്ന് ശുദ്ധല്ല, സ്കുണ്ടുണ്ട്. അതെ, അത് അങ്ങനെയാണ് പറയുന്നത്. 3 വാലിനടിയില് എന്ത് സാധനമാണ് മോനെ? ഇതാണോ ഉദ്ദേശിച്ചത്? ഇതാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിപ്പിക്കില്ല കേട്ടോ. ശരി, ആടെ നമുക്ക് ഹിന്ദി ക്ലാസ്സിൽ കിടക്കാം. ഗ്രാമർ കുറിച്ച് അറിയാലോ? ഗ്രാമറല്ല, ഗ്രാമർ ഏത് കൊച്ച്? എടാ ആ കൊച്ചിന്റെ പോത്തുപോലെ ശരീരം മനസ്സിലായോ? നമുക്ക് ഗ്രാമറിൽ കിടക്കാം. മനസ്സിലായല്ലോ? ഇപ്പൊ ഞാൻ ഹിന്ദിയില് ഹേവ സംസാരിച്ചിട്ട് എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ഹോവ സംസാരിച്ചോ? അപ്പൊ ഞാൻ ആപ്പ് സംസാരിച്ചിട്ട് എന്ത് ചെയ്യും? എടാ ആപ്പ് ഹിന്ദിയിലാപ്പ് ശരി. ഒരു മനസ്സിൽ കിടക്കാം. ഇന്നലെ പഠിപ്പിന്റെ ഓർമ്മ ഉണ്ടല്ലോ. അറിയാതെ അടിച്ചു കഴിഞ്ഞാൽ